മക്കളെ സ്കൂള് വിട്ട് വരാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനവിടെ എഡിറ്റിങ് ചെയ്ത് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഉറങ്ങിയൊന്നുമില്ല. ഉറങ്ങിയാൽ ഭയങ്കര ക്ഷീണമാവുമല്ലേ. എനിക്കങ്ങനെ കേട്ടോ. ഉറങ്ങുകയാണെങ്കിൽ നല്ലോണം കുറേ സമയം കിടന്നുറങ്ങണം, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അപ്പോൾ ഞാൻ ഉറങ്ങിയൊന്നുമില്ല, കുറച്ച് നേരം എഡിറ്റ് ചെയ്തു. അപ്പം എനിക്ക് ഉറക്കം വന്നപ്പോൾ അവിടെ നിന്ന് എണീറ്റ് കേട്ടോ. അപ്പോൾ സമയം 4 മണി ഒക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അവർ വരുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിൽ ഞാൻ വാങ്ങി വെക്കുമ്പോൾ തന്നെ എല്ലാ അവിലും അപ്പോൾ തന്നെ ആ കവറിൽ നിന്ന് പൊട്ടിച്ചിട്ട് വലിയൊരു പാത്രത്തിലിട്ടിട്ട് ഞാൻ വറുത്തിട്ട് വെക്കും, ചൂടാക്കിയിട്ട് പിന്നെ ബോട്ടിലിട്ട് വയ്ക്കും. എന്ന് അവിൽ കൊണ്ടുവരുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അവിലുണ്ട്, ശർക്കരയുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പഴം വാങ്ങി വെച്ചിരുന്നു. ഇത് ഞാലിപ്പൂവനാണ് കേട്ടോ. ഇവിടെ മൈസൂർ പഴം കുട്ടികൾക്ക് ഇഷ്ടമല്ല, ഞാലിപ്പൂവൻ ഇഷ്ടമാണ്. പിന്നെ നേന്ത്രപ്പഴം അങ്ങനെ ഇഷ്ടം. അപ്പോൾ ഇന്ന് എല്ലാം കൂടെ ഒന്ന് അവിൽ നിറച്ചങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ തേങ്ങ എടുക്കട്ടെ, തേങ്ങ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. തേങ്ങ വരെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ പൊട്ടിക്കൽ പോകുമ്പോൾ അവിടെ നമുക്ക് തെങ്ങൊന്നുമില്ല കേട്ടോ. ഞാൻ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അമ്മയാണെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിക്കും. അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ തെങ്ങുള്ളവരൊക്കെ തേങ്ങ ഇടുന്ന സമയത്ത് തരും കേട്ടോ. 4 എണ്ണം 5 എണ്ണമൊക്കെ അങ്ങനെയൊക്കെ തരും. അപ്പോൾ തേങ്ങ ഒന്ന് ചിരകിയെടുക്കട്ടെ കേട്ടോ. ഞാനിങ്ങനെ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്ന ക്ലോത്ത്സൊക്കെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് മടക്കി വെക്കണം കേട്ടോ. വേറൊരു സ്ഥലത്ത് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പുറത്താണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പം അവിടെ നിന്ന് എടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞു. ഇനി അവിലും തേങ്ങയും ശർക്കരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ കൈ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. നല്ലോണം അങ്ങനെ കുഴച്ചെടുക്കും. പഴം അങ്ങനെ ഇട്ടിട്ട് കുഴക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. പഴം ഞാൻ എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അവിലും തേങ്ങയും പിന്നെ ഇതിൽ ഞാൻ അങ്ങനെ ഇത് നമ്മൾ പച്ചക്കറിയൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണതാണ്. അപ്പോൾ അതിൽ ഇട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ ശർക്കര വീഴും. ആദ്യമൊക്കെ പണ്ടൊക്കെ അങ്ങനത്തെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരകിയെടുക്കും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതിപ്പോൾ അവിലൊക്കെ നനയ്ക്കണം, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കല്ല കേട്ടോ. ഞാൻ വരുമ്പോഴത്തേക്കും ഒരിക്കൽ വേണ്ടി ഞാൻ ഉണ്ടാക്കണതൊന്ന് കാണിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിലിട്ടു, അവിലിലേക്ക് തേങ്ങ ഇട്ടു, അതിൻ്റെ മുകളിലേക്ക് അത് അങ്ങനെ ശർക്കര എടുത്ത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഞാൻ കുഴച്ച് മാറ്റി വെച്ചിട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പഴം എങ്ങനെ ചേർക്കണമെന്ന് വെച്ചാൽ നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നതാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെ പഴം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിച്ച് തിന്നണം, അതാണ് ഇഷ്ടം. പഴം കൂട്ടി കുഴക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതിപ്പോൾ പുട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. പുട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പുട്ട് കൈ വെച്ച് ഇങ്ങനെ പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കത്തി വെച്ചിട്ട് അരിഞ്ഞിടും, അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അത് ഈ ഒരു പഴം മാത്രമേ ഇഷ്ടമുള്ളൂ, മൈസൂർ പഴം ഇഷ്ടം തന്നെയല്ല. ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ മാത്രം ഇനി വേറെ പഴമൊന്നും കിട്ടിയില്ലെങ്കിൽ അത് വെച്ചിട്ട് ഒരങ്ങനെ തിന്നും. ആദ്യമേ അങ്ങനെ കേട്ടോ. മൈസൂർ പഴത്തിനോട് തീരെ ഇഷ്ടമല്ല. ഈ ഒരു പഴം എത്ര കൊടുത്താലും ഞാലിപ്പൂവൻ എത്ര കിട്ടിയാലും ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് ഒരു വരാനാകുമ്പോഴേക്കൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഇത് നമ്മൾ ബ്രെഡ് രാവിലെ പൊരിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ 2 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വരുന്ന സമയത്ത് ഭയങ്കര വിശപ്പാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വിശപ്പ് തന്നെ ഉണ്ടാവും കേട്ടോ. രാവിലെ ആണെങ്കിൽ അവർക്ക് എന്ത് കൊടുത്താലും വേണ്ട. രാത്രിയും ഫുഡിനോട് ദേഷ്യമാണ്. പക്ഷേ ആ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ വന്നു കേട്ടോ. വന്നപ്പോൾ താത്ത പറയുന്നുണ്ട്, അമ്മ ഒരു പുട്ടും കൂടെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അതിൽ പിന്നെ വേഗം അവിൽ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിൽ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ പുട്ടും കൂടെ ഉണ്ടാക്കുമോ ചോദിച്ചു. അതിൽ പിന്നെ കുറച്ച് പുട്ടിനുള്ള പൊടി എന്ന് വെച്ചാൽ ആ പഴം കണ്ടിട്ടാണ് കേട്ടോ പുട്ട് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതുപോലെ ചട്ടപ്പുട്ടിൽ മേക്കറിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോസാണ് കേട്ടോ കാണിക്കണേ. ഞാൻ ഓഫീസുണ്ടായിരുന്നു, ഓഫീസിൽ ഞങ്ങൾക്ക് മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ഞാൻ ജാം ജൂമിലൊന്ന് കയറി കേട്ടോ. കുറേ ആയിരുന്നു ജാം ജൂമിൽ പർച്ചേസിങ്ങിന്. നമ്മളേക്ക് തോന്നുന്നത് വീട് മാറിയ സമയത്തൊക്കെ കയറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി. എനിക്ക് അവിടെ കയറി പ്രധാനമായിട്ട് ഞാൻ എടുക്കണത് എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് എടുക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ജാം ജൂമിലൊക്കെ ഭയങ്കര സംഖ്യയാണ്, ഭയങ്കര വിഐപികൾക്കേ പർച്ചേസ് ചെയ്യാവുന്നു. ഒരിക്കലും അല്ല കേട്ടോ. ഭയങ്കര ഓഫറുണ്ട് അവിടെ. ഞാൻ എടുക്കണത് ഞാൻ കൂൺ എന്തായാലും ഞാൻ മസ്റ്റായിട്ട് എടുക്കും കേട്ടോ.
കൂണെടുത്തു. പ്രാവശ്യം ഞാൻ മൊട്ടുകൂനാട്ടോ എടുത്തത്. അതൊന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ ഞാൻ ഒരു ചായപാത്രം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ ഇരിക്കുന്ന ചായപാത്രം വെയിറ്റ് കുറവാണ് എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു വർഷത്തോളമായിട്ട് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും വിചാരിക്കും ഗ്യാസിൻ്റെ പുറത്ത് ഞാൻ കയറ്റി വയ്ക്കുന്ന സമയത്ത് ഇങ്ങോട്ട് മറിഞ്ഞു വീഴണം. 1-2 പ്രാവശ്യം മറിഞ്ഞു വീണപ്പോൾ ഞാൻ വാങ്ങണം വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാനത് നമ്മളിവിടെ പൂക്കോടുംപാടത്താണ് എപ്പോഴും സാധനം വാങ്ങിക്കാൻ കയറുന്നത്. അപ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റിലിട്ട് ക്വാളിറ്റിയിൽ അവിടെ ചോദിച്ചപ്പോൾ അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നത് 300 രൂപയിൽ വരുന്നുണ്ട്. പക്ഷെ 300 രൂപേൻ്റെ ഒന്നും അത്ര വലിയ കാനല്ല, വില കൂടുതലുണ്ട്. അപ്പോൾ ഞാനങ്ങനെ വാങ്ങിക്കാതിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാനത് വാങ്ങി. സ്റ്റാർട്ടിങ് 250 മുതലുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്, അതിന് അടപ്പും പാത്രമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ കരുളായിൻ്റെ ആ വഴി ഓരോരുത്തർ ഇതുപോലെ പരിപ്പ് വടയും സമോസയൊക്കെ കൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ കാണുകയാണെങ്കിൽ അവരെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിയിട്ടേ പോരുള്ളൂ കേട്ടോ. അപ്പോൾ 3 പരിപ്പ് വടയും 3 സമോസയൊക്കെ വാങ്ങിയിട്ടുണ്ട്. 2 സമോസയാണ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ക്രിസ്പായിട്ടിരിക്കും കേട്ടോ അത്. അപ്പോൾ ഞാൻ ആ കവറിൽ തന്നെ വെച്ചിട്ട് പിന്നെ പ്ലാസ്റ്റിക് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് അടച്ചു വെച്ചിട്ടോ. അപ്പോൾ ഇന്ന് ഒരു സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ പോയതാണ് വീട്ടിൽ നിന്ന്. 11:30 ഇത് മീറ്റിങ്ങിന്. 11:30 മീറ്റിങ്ങിന് പോയിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് 12:30 ഒക്കെ ആയിട്ട് തോന്നുന്നു, 1 മണിയാവാനായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ഗാംജോമിൽ കയറി പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ 2:15 ആയിട്ടുണ്ട് സമയം. ഭയങ്കര വിശപ്പുണ്ട്. പിന്നെ ഒരുപാട് വിശന്നിരുന്നാൽ പിന്നെ നമുക്ക് ഫുഡ് വേണ്ടല്ലോ. പിന്നെ ഞാനിത് വെള്ളം എന്തോ വന്നപ്പോൾ കുടിച്ചു കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ എനിക്ക് പിന്നെ എത്ര വിശന്നാലും ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ കവറിൽ നിന്ന് പുറത്തേക്ക് താഴെ എടുത്ത് വെക്കാൻ തന്നപ്പോൾ എനിക്ക് ആ നിലത്ത് വെക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞാനൊരു പാ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം ഓരോന്ന് മാറ്റി വയ്ക്കാൻ. അപ്പോൾ അത് ആട്ടപ്പൊടി വാങ്ങിയിട്ടുണ്ട്, കുറച്ച് കോവയ്ക്ക, പിന്നെ പയർ വാങ്ങിയിരുന്നു, പിന്നെ ഒരു പപ്പായ. ഈ ഒരു പപ്പായ ഫ്രൂട്ട് ഞാൻ അങ്ങനെ നമ്മൾ കടയിൽ നിന്നൊന്നും ഇതുവരെ അങ്ങനെ വാങ്ങിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കണേ. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഞാൻ ഫ്രൂട്ട്സ് കടയിൽ കയറുമ്പോൾ മാങ്ങയും അങ്ങനെ വേറെയുള്ളതൊക്കെയാണ് വാങ്ങിക്കൽ. എല്ലാ സാധനവും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ചായപാത്രം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ കയ്യിലുള്ളത് ഇത് ഞാൻ ഇനി കാണിച്ചു തരണ്ടേ. അതിങ്ങനെ വെച്ചായിരിക്കില്ല, അങ്ങനെ മറിയും, അതങ്ങനെയാണ്. പിന്നെ കുറച്ച് ടീ പൗഡർ, അങ്ങനത്തെ ഐറ്റംസ്. ഓഫർ പ്രൈസ് നല്ല കുറവുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ വാങ്ങിക്കുമ്പോഴേ നമ്മൾ ആദ്യം ചെന്ന പാടെ വാങ്ങിക്കരുത്. ആദ്യം മൊത്തത്തിലൊന്നിങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരും. പിന്നെ എൻ്റെ കയ്യിൽ നമ്മൾ അലക്കണേൻ്റെ റിൻസാണ് ഞാൻ എടുത്തത്. ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ സ്റ്റോക്ക്. പക്ഷേ ഞാൻ കണ്ടപ്പോൾ 139 രൂപേൻ്റെ പാക്കറ്റിന് 89 രൂപയാണ് ഓഫർ പ്രൈസിൽ കേട്ടോ. അപ്പോൾ ഞാൻ 2 വാങ്ങി. ഒന്ന് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു, ഒന്ന് എനിക്ക് കൊടുക്കാമല്ലോ വിചാരിച്ച് വാങ്ങി. പിന്നെ പാല്, തൈര് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങി കേട്ടോ. ഈ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കണോണ്ട് തന്നെ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാവും കേട്ടോ. എനിക്ക് കഴിഞ്ഞ മാസം അവർ വന്നപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ കുട്ടിക്കാലം എവിടെ പോയതാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ 1 മാസത്തെ നമുക്ക് വെയിറ്റിംഗ്, അതായത് പെൻഡിങ് ആയി കിടക്കുന്നുണ്ട് അവിടെ വേസ്റ്റ് കേട്ടോ. അങ്ങനെ എല്ലാം റാഗി ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, പുട്ടുണ്ടാക്കുന്ന റാഗി. അതൊക്കെ കഴിഞ്ഞ് ബില്ല് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഒന്ന് നനഞ്ഞിരുന്നു, നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ID കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടണത്. അത് കിട്ടിയപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെക്കട്ടെ. ബില്ലൊക്കെ ഇനി റെഡിയാക്കാനൊക്കെ ഉണ്ട്. കോട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് അകത്ത് വിരിച്ചിട്ടതാണ്. അപ്പോൾ ഞാൻ ഫാൻ ഇട്ട് വെച്ചതാണ് കേട്ടോ. കുറച്ച് വെള്ളം ഇരിക്കേണ്ട കോട്ടിൽ. അങ്ങനെ കുറച്ച് നേരം ഒന്നും ഇവിടെ ഇരിക്കുകയാണ്. വിശന്നിട്ട് നമ്മളൊരു കുഴങ്ങോ ഒരു ക്ഷീണം വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ വിചാരിച്ചു. മക്കൾ വരാനായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു ചായ ഇടാൻ വേണ്ടിയിട്ട് തോന്നി. തലവേദനിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫുഡിൻ്റെ സമയത്ത് ഫുഡ് കഴിക്കാത്തതുകൊണ്ടാവും തലവേദനിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ചായപാത്രം. ഇതിങ്ങനെ നമ്മൾ താഴെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പുതിയത് കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ നമ്മുടെ ചായപാത്രം ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ അതൊക്കെ ഒന്ന് കഴുകി കുറച്ച് പാലൊഴിച്ചു. ഞാൻ പാലും എടുക്കും, കുറച്ച് വെള്ളം ഒഴിക്കും, രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് ചായ ഇടൽ കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാവും. ചിലവർ സെപ്പറേറ്റ് പാൽ വേവിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചായ ഇടും, എന്നിട്ട് ഒന്ന് വെച്ച് അങ്ങനെ ആക്കുമല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഈ ചായ ഇടാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്തുണ്ടല്ലോ, അതിനകത്തൊക്കെ സ്റ്റിക്കർ ഉണ്ടാവില്ലേ, അകത്തും പുറത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ പുറത്തുള്ള സ്റ്റിക്കർ വലിയ കുഴപ്പമില്ല. അകത്ത് സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പാത്രം ഒന്ന് അടുപ്പത്ത് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ അകത്തുള്ള സ്റ്റിക്കറൊക്കെ പെട്ടെന്ന് ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിട്ടോ. അപ്പോൾ താനെ ഇങ്ങനെ ഇടയിൽ പോരും. ഇത് ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാളുടെ യൂട്യൂബ് ചാനലിൽ അവരിങ്ങനെ കുക്ക് ചെയ്തപ്പോൾ അവർക്കും അറിയില്ല കേട്ടോ.
അവർ കുക്ക് ചെയ്ത സമയത്ത് സിന്ധു കൃഷ്ണേൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പാനിൽ അവർക്ക് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഇത് എങ്ങനെ വലിച്ചെടുക്കുക, ഇനി അതിൽ പകുതി വലിച്ചെടുക്കുമ്പോൾ പകുതിയിൽ ഒട്ടിപ്പിടിക്കുമല്ലോ. അപ്പോൾ അവരതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. അപ്പോൾ ഇത് അടുപ്പത്ത് ജസ്റ്റ് ഒന്ന് വെച്ച സമയത്ത് ചൂടായപ്പോൾ ഈ സ്റ്റിക്കറിൻ്റെ തന്നെ എൻ്റെ ഇളകിപ്പോന്നു, മൊത്തത്തിൽ ഇളകിപ്പോന്നു. അതിൽ ഒരുപാട് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അതേപോലെ പോകുന്നുണ്ട്. അപ്പോൾ അവർക്കും അറിയില്ല, അവരങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഞാനും അതേ ട്രിക്ക് തന്നെ ഒന്ന് പരീക്ഷിച്ചിട്ടോ. ഒന്ന് ചൂട് തട്ടിയപ്പോൾ ഈ സംഭവം പെട്ടെന്ന് ഇളകിപ്പോന്നു കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ഇതിന് മുമ്പൊക്കെ നമ്മൾ പാത്രം വാങ്ങിക്കുമ്പോഴേ ഇങ്ങനെ അതായത് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉരതി നോക്കുക ചെയ്യുക, അങ്ങനെ കേട്ടോ കഴുകി കളഞ്ഞത്. അപ്പോൾ അതിൽ കുറച്ച് അതിൽ തന്നെ ഇരിക്കുകയും ചെയ്യും, മൊത്തത്തിൽ പോയിടുക. അപ്പോൾ ഇത് പാത്രത്തിലുള്ള സ്റ്റിക്കർ ഇത് ചൂട് തട്ടുമ്പോൾ ഇളകി പോരുന്നു അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ യൂട്യൂബ് ചാനലിൽ കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ആരെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണ്ട. പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കുക. അപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ഇളകി വരും. അങ്ങനെ ഞാനൊരു ചായയൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ആ പപ്പായ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതും കട്ട് ചെയ്ത് വെച്ചിട്ടോ, മക്കൾ വരുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഒരു പരിപ്പ് വട എടുത്തിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ട്, സമൂസ അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ, പരിപ്പ് വട ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കറുമുറാന്നിരിക്കുന്ന പരിപ്പ് വടയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കിച്ചുമോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നെങ്കിപ്പോൾ ഒരു ഫ്രഷൊക്കെ ആയിട്ടുള്ളൂ, ഒന്ന് മേലൊക്കെ കഴുകിയിട്ടുള്ളൂ, ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയട്ടോ, അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണുണ്ട്. അപ്പോൾ ഞാനത് കേൾക്കണമുണ്ട്, ചായ കുടിക്കണമുണ്ട്. എൻ്റെ നാവൊക്കെ ഒന്ന് പൊള്ളുകയും ചെയ്തിട്ടോ. ചൂട് ചായ ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ല, ആ ചൂടോടെ തന്നെ കുടിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചൂട് ചായയും പരിപ്പുവടയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.